പ്രിലിമിനറി പരീക്ഷ രണ്ട് പേപ്പറാണ് പ്രിലിമിനറിക്കുള്ളത്. നമ്മൾ വളരെ സിമ്പിളായിട്ട് CSAT എന്ന് പറയും. അത് നമ്മൾ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എന്ന് പഠിച്ചാൽ മതി. പേപ്പർ 1 ഉള്ളതെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. പേപ്പർ 1 നമുക്ക് എല്ലാ സബ്ജക്ട്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും, പൊളിറ്റിക്സ് ഉണ്ടാവും, ഹിസ്റ്ററി ഉണ്ടാവും, ജോഗ്രഫി ഉണ്ടാവും, എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ഉണ്ടാവും, പിന്നെ ഇതുപോലെ ലൈഫ് സയൻസ് ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് കറണ്ട് അഫേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് പേപ്പറാണ് ആ ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, അവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ എബിലിറ്റി, ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതാണ് രണ്ടാമത്തെ പേപ്പറിൽ ചോദിക്കുന്നത്. ഫസ്റ്റ് പേപ്പറിൽ ഞാൻ പറഞ്ഞ മൊത്തം കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം വാല്യൂ ചെയ്യുന്നത് ഈ രണ്ടാമത്തെ പേപ്പറാണ്. രണ്ടാമത്തെ പേപ്പറിന് മിനിമം മാർക്ക് മതി, 33% മാർക്ക് മതി. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം പേര് പരീക്ഷ എഴുതുന്നു. ആ 10 ലക്ഷം പേരുടെ ഈ രണ്ടാമത്തെ പേപ്പർ ആദ്യം നോക്കും. 10 ലക്ഷം പേരിൽ 2 ലക്ഷം പേർക്കാണ് രണ്ടാമത്തെ പേപ്പറിന് 33% മാർക്കിന് മുകളിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ മൊത്തം 10 ലക്ഷം പേര് പരീക്ഷ എഴുതുന്നു. ആ 10 ലക്ഷം പേരിൽ 33% മാർക്ക് രണ്ടാമത്തെ പേപ്പറിനുള്ളത് 2 ലക്ഷം പേർക്കാണെന്ന് വിചാരിക്കുക. ഈ 2 ലക്ഷം പേരുടെ ഫസ്റ്റ് പേപ്പറാണ് പിന്നെ വാല്യൂ ചെയ്യുന്നത്.